Hello, good morning. Welcome to LEARNINO. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഈ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ നോക്കൂ, ഐഡന്റിഫൈ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ അതാണ് തന്നിരിക്കുന്നത്, ദ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് കനോട്ട് ബി സോൾവ്ഡ് ക്വിക്ലി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈസി ആയിട്ട് പറ്റില്ല. അത് നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് തന്നെ പറയാം. അടുത്തത്, ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ നോൺ മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ എ ഡ്രോബാക്ക് ഓഫ് ഓംസ് ലോ. അടുത്തത്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലീനിയർ ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ് ഓഫ് സർക്യൂട്ട്സ്. അപ്പൊ നമുക്ക് ലീനിയറും ബൈലാറ്ററൽ ആയിട്ടുള്ള എലമെന്റുകളുള്ള സർക്യൂട്ടുകൾക്ക് മാത്രമേ ഈ പറയുന്ന ഓംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന മൂന്നും തന്നെ എന്താണ്? ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ആർ കറക്റ്റ് ആണ്. ഓക്കെ, നോക്കൂ, ഓംസ് ലോ എന്താണെന്ന് അറിയാം. I directly proportional to V, that is I is equal to 1 by R into V അല്ലെങ്കിൽ V is equal to I into R ആണ്. V എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. R is the resistance and I is the current flowing ആണ്. So what are the limitations of Ohm's law? നോക്കാം നമുക്ക്. The physical conditions such as temperature, dimensions and the connections of the wire or branch or circuit must be remain constant. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു ഓംസ് ലോ ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിന്റെ ടെമ്പറേച്ചർ, ഡയമെൻഷൻസ്, അതിന്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം? നമുക്ക് കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ലീനിയർ ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ് ഓഫ് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ലീനിയർ ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ്. അപ്പൊ നമുക്ക് ഓംസ് ലോ എന്ന് പറയുന്നത് ബൈലാറ്ററൽ അതുപോലെ തന്നെ ലീനിയർ ആയിട്ടുള്ള എലമെന്റുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ നോൺ ലീനിയർ ആൻഡ് യൂണിലാറ്ററൽ എലമെന്റ്സ്. അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അടുത്തത്, ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ നോൺ മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ നോൺ മെറ്റാലിക് കണ്ടക്ടേഴ്സ്, അതായത് സിലിക്കൺ കാർബൈഡ് പോലെയുള്ള നോൺ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് ഈ പറയുന്ന ഓംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തത്, ദ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് കനോട്ട് ബി സോൾവ്ഡ് ക്വിക്ലി. നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഓംസ് ലോ. നമുക്ക് താഴെ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഓംസ് ലോ റിഗാർഡിംഗ് ആയിട്ടാണ്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കൂ. ഫസ്റ്റ് വൺ, according to Ohm's law, the resistance of conductor is inversely proportional to the voltage across it, provided the temperature remains constant. First statement എന്താ പറഞ്ഞിരിക്കുന്നത്? According to Ohm's law, the resistance of a conductor R എന്ന് പറയുന്നത് it is inversely proportional to the voltage. Inversely proportional to the voltage. അല്ലേ? V is equal to, ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് V is equal to I into R എന്നല്ലേ നമുക്കറിയുന്ന ഓംസ് ലോ അല്ലെ? V is equal to I into R. ഈ വോൾട്ടേജും റേഡിയസും തമ്മിൽ വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റോങ് ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് റോങ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. Ohm's law states that the current flowing through a conductor is inversely proportional to the resistance of the conductor given constant voltage. നമുക്കത് നോക്കാം. കറന്റും റെസിസ്റ്റൻസും തമ്മിലാണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? V is equal to I into R ആണ് അല്ലെ? നമുക്ക് കറന്റിന്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഇക്വേഷൻ ഫോർ I is equal to V divided by R എന്നാണ് നമുക്ക് പറയുന്നത്. നമ്മൾ തന്നിരിക്കുന്നത് എന്താണ്? The current flowing through a conductor is inversely proportional. അതെ, I is equal to 1 by R അല്ലെ? റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ? ഓൺലി ദ സി ഈസ് കറക്റ്റ്. അതായത് സി ആണ് നമുക്ക് റൈറ്റ് ആൻസർ. ഓൺലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിരിക്കും. നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും വായിച്ച് മനസ്സിലാക്കി, ചിലപ്പോൾ അതൊരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു തിയറത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ആ തിയറം നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
അപ്പോൾ നോക്കൂ, Ohm's law states that the current flowing through a conductor between 2 points is directly proportional to the voltage across 2 points. അല്ലേ, രണ്ട് പോയിന്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഒരു കണ്ടക്ടറിലൂടെ കറന്റ് പോകുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, കറന്റ് ഫ്ലോയിങ് അല്ലെ, ആ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് എന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. V is equal to I into R. ഇതാണ് നമുക്ക് വരുന്ന Ohm's law എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്കോർഡിംഗ് ടു Ohm's law which of the following is true? താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, the current flowing through a wire is inversely proportional to its length. The current flowing through a wire is directly proportional to resistance. The current flowing through the wire is directly proportional to the potential difference applied across it. The current flowing through the wire is inversely proportional to the potential difference. അപ്പോൾ ഇതിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് എന്താണ്? ഇക്വേഷൻ ആണ്. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? V എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I into R ആണ് അല്ലെ, അല്ലെങ്കിൽ V is equal to I into R ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ I is equal to എന്തെന്ന് വരുന്നുണ്ട്? V divided by R ആണ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയാം. കറന്റ് എന്ന് പറയുന്നത് which is directly proportional to voltage. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഉണ്ട്, C ആണ് അല്ലെ. The current flowing through a wire is directly proportional to the potential difference applied across its ends. ഓപ്ഷൻ C നമുക്ക് റൈറ്റ് ആണ് അല്ലെ. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഈ പറയുന്ന കറന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ് അല്ലെ. റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് B യിലാണ് റെസിസ്റ്റൻസ് എന്നൊരു ടേം വന്നിരിക്കുന്നത്. പക്ഷെ എന്താണ്? കറന്റ് ഫ്ലോയിങ് ത്രൂ ദ വയർ ഈസ് ഡയറക്റ്റ്ലി എന്നാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് റോങ് ആണ് അല്ലെ. ഇനി ലെങ്ത്തിന്റെ കാര്യമൊന്നും നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഓപ്ഷൻ C ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, why Ohm's law is valid only for a constant temperature? നമ്മൾ പഠിച്ചിരുന്നു Ohm's law എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ആ പറയുന്ന ടെമ്പറേച്ചർ അല്ലെ, ആ പറയുന്ന ടെമ്പറേച്ചർ അതുപോലെ തന്നെ അതിൽ വരുന്ന ചില പാരാമീറ്റേഴ്സുകളൊക്കെ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് Ohm's law അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് the electrical resistance of a battery increases with the rise in temperature. ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ ഡയറക്ട്ലി എന്തിനെയാണ് ബാധിക്കുന്നത്? ആ ഒരു ബാറ്ററിയുടെ അല്ലെങ്കിൽ അവരുടെ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഡയറക്റ്റ് ബാധിക്കുന്നത് കാരണം എന്താവും? നമുക്ക് വോൾട്ടേജിന്റെ ആ ഒരു വേരിയേഷൻസ് വരുന്നുണ്ട്. സോ Ohm's law നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോക്കൂ, Ohm's law states that the voltage across a conducting material which is directly proportional to the current flowing through it and as long as the temperature remains constant. ഇപ്പൊ ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അല്ലെ, അതിലുണ്ടാകുന്ന ആ ഒരു മെറ്റലിന്റെ ഉള്ളിലുണ്ടാകുന്ന അയോൺസിന് എനർജി കിട്ടുകയും അതെന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ആകുന്നതിന് ചാൻസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അല്ലെ. ആ ഒരു അതിലുണ്ടാവുന്ന അത് എവിടെയാണോ അയോൺസ് ഉണ്ടാവുന്നത് അവിടെ നിന്നിട്ട് തന്നെ ഓസിലേറ്റ് ആകുന്നതിന് കാരണമാകും. അതെന്താകുന്നുണ്ട്? ആ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുന്നുണ്ട്. നമുക്കറിയാം വോൾട്ടേജ് അതായത് Ohm's law നമുക്ക് വരുന്നത് എന്താണ്? I into R ആണ് അല്ലെ. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും? ഈ പറയുന്ന റിലേഷൻ തന്നെ നമുക്ക് വേരി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ Ohm's law അപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is correct? ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? A node is a junction of two or more branches of an electrical network. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിന്റെ രണ്ടോ അതിലധികമോ ബ്രാഞ്ചസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആണ് നോഡ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? അതെ, നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ബ്രാഞ്ചസുകൾ, ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ വരുന്ന രണ്ടോ അതിലധികമോ ബ്രാഞ്ചസുകൾ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനെയാണ് അല്ലെ. ഇപ്പൊ ഇതൊരു ജംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ എന്തൊക്കെ ബ്രാഞ്ചസുകളാണ്? അപ്പൊ ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോഡ് എന്നൊരു ടേമിൽ പറയുന്നത്. KCL also indicates the law of conservation of charges and can also be stated as that any node of a circuit at every instant of time the sum of the incoming currents is equal to the sum of the outgoing current. അല്ലെ, KCL എന്താണ്? Kirchhoff's current law ആണ്. നമുക്കറിയാം അതിൽ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഒരു നോഡിൽ എൻ്റർ ആകുന്ന അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ എൻ്റർ ആകുന്ന കറന്റുകൾ which is equal to the outgoing current അല്ലെ. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ എനിക്ക് ഈ പറയുന്നത് കറന്റ് I1, ഇതെന്ന് പറയുന്നത് I2 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ കറന്റ് I3 ആണ്. അപ്പൊ എനിക്ക് ഇതിലേക്ക് എൻറ്ററിങ് കറന്റ് ഏതുകളൊക്കെയാണ്? I1 ഉം I2 ആണ്. അപ്പൊ അക്കോർഡിംഗ് ടു Ohm's law I1
plus I2 അല്ലെ sum of the current which are entering to the node. ഈ പറയുന്ന I1 I2 എന്ന് പറയുന്നത് ഏതിന് ഈക്വലന്റ് ആയിരിക്കും? ഏതൊരു കറന്റ് ആണോ ഈ ജംഗ്ഷനിൽ നിന്ന് ലീവ് ആകുന്നത് ആ കറന്റിന് ഈക്വൽ ആയിരിക്കും അല്ലെ. I1 plus I2 is equal to I3 എന്നാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഒരു പോയിന്റ്, അവിടെ നമുക്ക് രണ്ടോ അതിലധികമോ സർക്യൂട്ട് എലമെന്റ്സ് അതല്ലെങ്കിൽ ബ്രാഞ്ചസുകൾ കണക്ട് ആയിട്ടുണ്ടാവും അല്ലെ. ഇതെന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻ, ഈ പറയുന്ന എലമെന്റുകൾ റെസിസ്റ്റർ ആകാം, കപ്പാസിറ്റർ ആകാം, ഇൻഡക്ടർ ആകാം, ഏത് എലമെന്റുകൾ വേണമെങ്കിലും ആകാം. ഈ പറയുന്ന എലമെന്റുകൾക്ക് ഒരു ജംഗ്ഷൻ ആയിട്ട്, അതായത് ഒരു കറന്റ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിൽ നിന്നും വേറൊരു പാർട്ടിലേക്ക് കറന്റ് ഫ്ലോ ആകുന്നതിനുള്ള ഒരു ജംഗ്ഷൻ ആയിട്ടാണ് ഈ പറയുന്ന നോഡ് ആക്ട് ആകുന്നത്. ഓക്കെ, അപ്പൊ ഈ നോഡ് നമുക്കൊരു എസെൻഷ്യൽ ആണ് അല്ലെ. നമ്മുടെ ആ ഒരു കിർച്ചോഫ്സ് ലോസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനും അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുന്നതിനൊക്കെ നമുക്ക് ഈ പറയുന്ന നോഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അടുത്തതാണ് KCL. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ KCL ആണ് വരുന്നത്. KCL എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ദ സർക്യൂട്ട് തിയറി ആണ്. അതിൽ എന്താ പറയുന്നത്? ദ ടോട്ടൽ കറന്റ് എന്ററിംഗ് ദ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഈക്വൽ ടു ദ ടോട്ടൽ കറന്റ് ലീവിംഗ് ദ നോഡ്. അതാണ് നമ്മൾ തൊട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ ആ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അല്ലെ. ഇതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് KCL എന്ന് പറയുന്നത്. അതായത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ചാർജിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം അല്ലെ. ഇതാണ് നമുക്കൊരു കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? KCL ആണ്. ഓക്കെ, അപ്പൊ ആ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാം? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Fine. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is true regarding Kirchhoff's voltage law? KVL നെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോക്കൂ. First one, the sum of the rises of potential around any closed circuit is equal to the sum of the drops of the potential in that circuit. അല്ലേ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമുക്കൊരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ റൈസസ് എന്ന് പറയുന്നത് which is equal to the potential dropsന്, ആ ഒരു സർക്യൂട്ടിൽ തന്നെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് ഈക്വലന്റ് ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് എന്താണ്? ജനറൽ എക്സ്പ്രഷൻ ഫോർ KVL is equal to summation of J is equal to 1 to K, Vj is equal to 0. Vj എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ദ എലമെന്റ് ആണ്. ആ തന്നിരിക്കുന്ന ഗിവൺ സർക്യൂട്ടിൽ തന്നിരിക്കുന്ന ആ ഒരു ഗിവൺ സർക്യൂട്ടിൽ വരുന്ന ഒരു ക്ലോസ്ഡ് സൂപ്പ് സർക്യൂട്ടിൽ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പിനെയാണ് Vj എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് K എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന നമ്പർ ഓഫ് എലമെന്റ്സുകളാണ്. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏതാ വരുന്നത്? ബോത്ത് 1 and 2 ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 എന്താന്ന് നോക്കാം നമുക്ക്. ദ സം ഓഫ് ദ റൈസസ് ഓഫ് ദ പൊട്ടൻഷ്യൽ അറൌണ്ട് എനി ക്ലോസ്ഡ് സർക്യൂട്ട്, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പില് ടോട്ടൽ വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നത് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ടോട്ടൽ വോൾട്ടേജ് ഡിക്രീസ് ആകുന്നതിന് ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് അവിടെ എന്താ പറയുന്നത്? ആ ഒരു കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് അവിടെ നമ്മൾ അവിടെ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ് അല്ലെ. അതായത് ഇതാണ് ഒരു സിഗ്നിഫൈ ദ ആൽജിബ്രിക് സം ഓഫ് ദ ഓൾ വോൾട്ടേജസ് അല്ലെ. ആ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഉണ്ടാകുന്ന എല്ലാ വോൾട്ടേജുകളുടെയും ആൽജിബ്രിക് സം എന്ന് പറയുന്നത് which is equal to 0 ആണ് അല്ലെ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് എക്സ്പ്രഷൻ. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ Thevenin's equivalent source comprises of which of the following elements? Thevenin's equivalent സർക്യൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു ഈക്വലന്റ് സോഴ്സ് എന്ന് പറയുന്നതിന്റെ ഫൈനൽ എത്രയായിരിക്കും? കംപ്രൈസ് എന്തൊക്കെയാണ് എലമെന്റുകൾ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. എന്തൊക്കെയുള്ളത്? ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ടായിരിക്കും അല്ലെ. ഒരു സീരീസ് റെസിസ്റ്റൻസിന് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ്, അതായത് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് റെസിസ്റ്റൻസിലായിരിക്കും നമുക്ക് ഒരു തെവെനിൻ ഈക്വലന്റ് സോഴ്സിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ഒരു തെവെനിൻ ഈക്വലന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഒരു സീരീസ് റെസിസ്റ്റൻസും ആയിട്ടായിരിക്കും. നോക്കൂ, ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഈക്വലന്റ് ആയിട്ടുള്ളതല്ലേ, നമുക്ക് ഒരു സീരീസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു റെസിസ്റ്റൻസും ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് തെവെനിൻസ് തിയറം. തെവെനിൻസ് തിയറത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. അതായത് any linear circuit can be simplified to an equivalent circuit with a single voltage source and a series resistance അല്ലെ. എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ കൂടെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ
ഫൈനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു വോൾട്ടേജ് സോഴ്സും അതിന് സീരീസ് ആയിട്ടുള്ള ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസും ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് തെവെനിൻസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് തെവെനിൻസ് വോൾട്ടേജ് എന്നും ആ സീരീസ് റെസിസ്റ്റൻസ് അറിയപ്പെടുന്നത് തെവെനിൻസ് റെസിസ്റ്റൻസ് എന്നുമാണ് അല്ലെ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? VTH എന്നും അതുപോലെ തന്നെ RTH എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ രണ്ട്, അതായത് വോൾട്ടേജിനെയും റെസിസ്റ്റൻസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന തെവെനിൻസ് തിയറം നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ്, കറന്റ് സോഴ്സ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, ഈ പാരാമീറ്റേഴ്സുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ നമുക്ക് തെവെനിൻസ് വോൾട്ടേജ് തിയറം അല്ലെങ്കിൽ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റിയാക്റ്റീവ് ആൻഡ് റെസിസ്റ്റീവ് ഇംപിഡൻസസ് ഉള്ള AC സർക്യൂട്ടുകളിലും ഈ പറയുന്ന തെവെനിൻസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ തെവെനിൻസ് ഈക്വലന്റ് അത് എന്താണ് വരുന്നത്? ഒരു വോൾട്ടേജ് സോഴ്സ് വിച്ച് ഈസ് സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഓക്കെ, VTH ഉം RTH ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് വ്യൂഡ് ഫ്രം AB, എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ the circuit can be reduced to an equivalent circuit as, നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഈക്വലന്റ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ മാറ്റുമ്പോൾ അതിൽ വരുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? ബി ആണ് റൈറ്റ് ആൻസർ. 7 വോൾട്ട് source in a series with a 2.4 ohm resistor. Okay, 7 volt source, voltage source 7 ആയിരിക്കണം. റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 2.4 ohm ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. RTH ആണ് ചെയ്യേണ്ടത്, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? പാരലൽ ആണ് അല്ലെ. അപ്പൊ 6 ഉം 4 ഉം ആണ്. അപ്പൊ 6 × 4/6/4 എന്ന് പറയുമ്പോൾ എനിക്ക് 2.4 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലെ. അപ്പൊ വോൾട്ടേജ് സോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? VTH - 10, അതായത് VTH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. VTH - 10 divided by resistance R plus VTH - 5 divided by 4 വരും അല്ലെ, which is equal to 0. നമ്മൾ അറിയാം algebraic sum of the voltage sources അല്ലെ. നമുക്ക് അതിലുണ്ടാവുന്ന വോൾട്ടേജ് സോഴ്സിന്റെ algebraic sum എന്ന് പറയുന്നത് equal to 0 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 2 VTH - 20 plus 3 VTH - 15 divided by 12 ആണ്. അതായത് ഇതിനെ നമ്മൾ LCM എടുക്കുകയാണ്. അപ്പൊ നമുക്ക് 12 എടുക്കാൻ പറ്റും. അപ്പൊ 6 × 2 വരും അല്ലെ. 2നെ, അപ്പൊ ഈ 2നെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇതിൽ നമുക്ക് 2 VTH plus 3, അപ്പൊ 5 VTH which is equal to 35 ആണ്. അപ്പൊ VTH എന്ന് പറയുന്നത് എത്രയാണ്? 7 വോൾട്ട്. അപ്പൊ നമുക്ക് ഈക്വലന്റ് ആയിട്ട് വരുന്ന VTH ന്റെ വാല്യൂ 7 ഉം RTH ന്റെ വാല്യൂ 2.4 ohm ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements pertaining to a network theorem is not true? താഴെ തന്നിരിക്കുന്നതിൽ നെറ്റ്വർക്ക് തിയറവുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഓംസ് ലോ may not be applied to non-linear circuits. നമ്മളത് പഠിച്ചതാണ് അല്ലെ. ഓംസ് ലോ എന്ന് പറയുന്നത് നമുക്ക് നോൺ ലീനിയർ സർക്യൂട്ട്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലീനിയർ ആൻഡ് ബൈലാറ്ററൽ സർക്യൂട്ട്സിന് മാത്രമേ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, യൂണിലാറ്ററൽ സർക്യൂട്ട്സ് ഈസ് എ സർക്യൂട്ട് ഹൂസ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ അല്ലെ. അതിന്റെ ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് യൂണിലാറ്ററൽ സർക്യൂട്ട്സിന്റെ പ്രോപ്പർട്ടീസുകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുകളിൽ ചേഞ്ചസ് വരുന്നുണ്ട്. That is also a correct statement ആണ്. The usual transmission line is bilateral. കാരണം എന്തുകൊണ്ടാണ്? It can be made to perform its function equally well in the either direction. അപ്പൊ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എങ്ങനെയാണ്? ഇത് ബൈലാറ്ററൽ ആണ്, രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ ലീനിയർ സർക്യൂട്ട്സ് ഡു ഫോളോ ദ ലോ ഓഫ് സൂപ്പർപൊസിഷൻ. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നോൺ ലീനിയർ സർക്യൂട്ട്സ് നമുക്ക് സൂപ്പർപൊസിഷൻ ലോ നമുക്ക് ഫോളോ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നോക്കൂ. സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത് ഒരു ലീനിയർ ആണ്. തെവെനിൻസ് തിയറം ലീനിയർ ആണ്. നോർട്ടൺസ് തിയറം ലീനിയർ ആണ്. മാക്സിമം പവർ ലീനിയർ ആണ്. ടെലിജന്റ് തിയറം നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷന് നമുക്ക് എങ്ങനെയാണ്? ലീനിയർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Determine the true or false for the following statement. താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ അല്ലെങ്കിൽ false സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്.
The superposition theorem can be applied to electrical power calculations. Superposition theorem നമുക്ക് power calculation ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. That's a wrong statement അല്ലെങ്കിൽ false statement. Norton's resistance is always twice the Thevenin's resistance. Norton's resistance Thevenin's resistance നമുക്ക് ഏകദേശം ഈക്വൽ ആയിട്ടല്ലേ വരുന്നത് അല്ലേ? നമുക്കത് എപ്പോഴും ട്വൈസ് ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതും നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ രണ്ടും ഫോൾസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. രണ്ടും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ഫോർ മോർ ദാൻ വൺ സോഴ്സ് അല്ലെ, ഒരു സർക്യൂട്ടിൽ നമുക്ക് ഒന്നിലധികം സോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ റെസ്പോൺസ് ഓഫ് അക്രോസ് എനി എലമെന്റ് ഇൻ ദാറ്റ് സർക്യൂട്ട്, ആ ഒരു എലമെന്റ് ആ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഏതൊരു എലമെന്റിനും അതിൻ്റെതായ ഒരു റെസ്പോൺസ് ഉണ്ടാകും. ആ ഒന്നിലധികം സോഴ്സസുകൾ ഉണ്ടാവില്ലേ, അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദ സം ഓഫ് ദ റെസ്പോൺസസ് ഒബ്ടൈൻ ഫ്രം ഈച്ച് സോഴ്സ് കൺസിഡറബിളി സെപ്പറേറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒന്നിലധികം സോഴ്സസുകൾ ഉണ്ടെങ്കിൽ ഓരോ സോഴ്സുകൾ തമ്മിലുണ്ടാകുന്ന റെസ്പോൺസ് എന്താണോ അതിന്റെ ഒരു സം ആയിരിക്കും എന്നാണ് നമുക്ക് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസ് നോക്കൂ. ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റ് ദ പവർ ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലുള്ള പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അത് നമുക്ക് എന്താണ്? അതിലുണ്ടാകുന്ന വോൾട്ടേജും കറന്റും മാത്രം. പവറിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓൺ നോൺ ലീനിയർ എലമെന്റ്സ്. അതായത് നോൺ ലീനിയർ എലമെന്റുകളായിട്ടുള്ള ലൈക്ക് ഡയോഡ്, BJT, ഒപ്പം ഈ പറയുന്നതിലൊന്നും നമുക്ക് ഈ പറയുന്ന നോർട്ടൺസ് സൂപ്പർപൊസിഷൻ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ഇവയുടെ VI ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് എങ്ങനെ വരുന്നത്? ഒരു നോൺ ലീനിയർ നേച്ചർ ആയിട്ടാണ്. ഓക്കെ, അടുത്തത് ഈക്വലൻസ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ആ ഒരു നോർട്ടൺസ് അല്ലെങ്കിൽ തെവിനൻസ് തിയറത്തിന്റെ ഈക്വലൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ് അല്ലെ. അതായത് നോർട്ടൺസ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു തെവിനൻസ് റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്? ട്വൈസ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അതെന്ന് പറയുന്നത് ഒരു എന്താന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് നോക്കാം. The principle of superposition theorem is based on the linearity and homogeneity. അല്ലെ, നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത് എന്തിനെല്ലാം ബേസ് ചെയ്തിട്ടാണ്? ലീനിയാരിറ്റി അതുപോലെ തന്നെ ഹോമോജനിറ്റി. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അടുത്തത് നോക്കൂ. സെലക്ട് എനി വൺ സോഴ്സ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഓൾ ദ അതർ ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ പെർട്ടിക്കുലർ പാരാമീറ്റർ. നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കുകയും അതിനുശേഷം അതർ ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് റോങ് ആണ്. സോ നമുക്കതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സൂപ്പർപൊസിഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഓൺലി വൺ സ്റ്റേറ്റ്മെന്റ്, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സൂപ്പർപൊസിഷൻ എന്താ പറയുന്നത്? ഒരു ലീനിയർ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്കിംഗിൽ നമുക്ക് മോർ ദാൻ വൺ സോഴ്സസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓരോ എലമെന്റിനും അക്രോസ് ആയിട്ട് വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ആൽജിബ്രിക് സം ആയിരിക്കും അല്ലെ. ഓരോ സോഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് എന്താണോ അതിന്റെ ഒരു ആൽജിബ്രിക് സം ആയിരിക്കും. അതേപോലെ തന്നെ അതർ സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദെയർ ഇന്റേണൽ റെസിസ്റ്റൻസ്. നമുക്ക് വേറെ സോഴ്സുകളെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം, അല്ലാതെ ഷോർട്ട് സർക്യൂട്ട് അല്ല ചെയ്തിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഈ പറയുന്ന സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലീനിയാരിറ്റി ആൻഡ് ഹോമോജനിറ്റി ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. എന്നാൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡിപെൻഡന്റ് സോഴ്സുകളെ നെറ്റ്വർക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ഡിപെൻഡന്റ് സോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു മെഷർ ദ പവർ. പവർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു അൺബാലൻസ്ഡ് ബ്രിഡ്ജ് സർക്യൂട്ടിൽ നമുക്ക് ഈ പറയുന്ന തിയറം ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ലീനിയർ സർക്യൂട്ടുകളിൽ മാത്രമേ പറ്റുള്ളൂ. നോൺ ലീനിയർ സർക്യൂട്ട്സിൽ സൂപ്പർപൊസിഷൻ തിയറം ആപ്ലിക്കബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ മോർ ദാൻ വൺ സോഴ്സ് ഉള്ള സർക്യൂട്ടുകളിൽ മാത്രമേ നമുക്ക് സൂപ്പർപൊസിഷൻ തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the four options is true about the circuit shown below? അതായത് നമുക്കൊരു സർക്യൂട്ട് താഴെ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. സൂപ്പർപൊസിഷൻ തിയറം ക്യാൻ ബി അപ്ലൈഡ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് കറന്റ് സോഴ്സ്. സൂപ്പർപൊസിഷൻ തിയറം നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം എന്താണ്? കറന്റ് സോഴ്സ് ആണ് അല്ലെ. അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ്? ഒരു ഡയോഡ് എലമെന്റ് ഉണ്ട്, നോൺ ലീനിയർ എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സൂപ്പർപൊസിഷൻ തിയറം പറ്റുമോ? പറ്റില്ല.
സോ അങ്ങനെ വരുന്നത് ഏതാണ്? സൂപ്പർപൊസിഷൻ cannot be applied because it contains diode. That is a right statement. അല്ലേ? നമ്മൾ പഠിച്ചതാണ്, ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ബാക്കിയൊക്കെ ഓക്കെയാണ് അല്ലേ? ഇവിടെ നോക്കൂ, മോർ ദാൻ 2 അല്ലെങ്കിൽ മോർ ദാൻ 1 സപ്ലൈ സോഴ്സസ് ഉണ്ട്, കറന്റും ഉണ്ട്, വോൾട്ടേജും ഉണ്ട്. ദാറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. പിന്നെന്താണ്, ബാക്കി ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഒരു നോൺ ലീനിയർ എലമെന്റ് ഉള്ളതുകൊണ്ട് സൂപ്പർപൊസിഷൻ തിയറം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നോക്കൂ, സൂപ്പർപൊസിഷൻ തിയറം എന്താണെന്ന് നമുക്ക് അറിയാം, അതായത് ഞാൻ റിപ്പീറ്റ് ആയിട്ട് വായിക്കുന്നില്ല. ലിമിറ്റേഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്താണ്, നോൺ ലീനിയർ എലമെന്റ്സുകൾ വരുന്നുണ്ട്, ഡയോഡ്, BJT, ഒപ്പാം, ഇതൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ DC വോൾട്ടേജ് ഹാസ് എ source resistance variable from 5 ohm to 25 and it is connected to a load of 10 ohm. For maximum power transfer, the source resistance should be. Okay, ഒരു സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 5 ൽ നിന്ന് 25 ലേക്ക് വേരി ആകുന്നുണ്ട്. അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ohm ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 5 to 15 ഓമില് 5 to 25 ഓമില് ആ ഏത് റെസിസ്റ്റൻസിൽ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയായാലാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 5 ഓം ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന 5 to 25 5 ഓം ആണെങ്കിലാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. RS എന്ന് പറയുന്നത് 5 to 25 ആണ്. RL നമുക്ക് അത് ഫിക്സ്ഡ് ആണ്, ലോഡ് അല്ലേ. ഓക്കെ, അപ്പൊ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമുക്ക് അപ്ലൈ ചെയ്യണം. അത് എപ്പോഴാണ്? നമുക്ക് RL വേരി ആണെങ്കിൽ പറ്റില്ല അല്ലെ, അതായത് റെസിസ്റ്റർ ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് വേരിയബിൾ ആകാൻ പാടില്ല എന്നാണ്. സോ I is equal to V by RA plus RL ആണ്. പവർ ട്രാൻസ്ഫർ ടു R ലോഡ് ആണ്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ എന്താണ്? I square RL ആണ്, which is equal to ഐയുടെ വാല്യൂ ആണ് V by RS plus RL വന്നിരിക്കുന്നത്. സോ V by RS plus RL whole square I square into RL ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാക്സിമം പവർ നമുക്ക്, അതായത് ഇവിടെ RS എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് വരുന്നത്? ഡിനോമിനേറ്ററിലാണ് അല്ലെ. RSന്റെ വാല്യൂ കൂടുന്തോറും നമുക്ക് എന്താകും? പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ വാല്യൂ റെഡ്യൂസ്ഡ് ആകും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 5 to 25 ആണ് അല്ലെ. അപ്പൊ ഏറ്റവും മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ RSന്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി മിനിമം ആയിരിക്കണം. സോ 5 വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാക്സിമം പവർ ഈ ഒരു കണ്ടീഷനിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് RSന്റെ വാല്യൂ നമുക്ക് 5 എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർപൊസിഷൻ തിയറം ബേസ്ഡ് ഓൺ. സൂപ്പർപൊസിഷൻ തിയറം ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഓൺലി ലീനിയർ പ്രിൻസിപ്പിൾ, ഓൺലി ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ, ബോത്ത് ലീനിയാരിറ്റി ആൻഡ് ഹോമോജനിറ്റി അല്ലെ. നമുക്കറിയാം രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ്. ബോത്ത് ലീനിയാരിറ്റി ആൻഡ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത് നമുക്ക് ആക്റ്റീവ് ആണ്. നമുക്ക് അത് ബേസ് ചെയ്തിരിക്കുന്നത് ഏതിനെയാണ്? ലീനിയാരിറ്റി ആൻഡ് ഹോമോജനിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, കറന്റ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യും അല്ലെ. ഓപ്പൺ സർക്യൂട്ടിലാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റെസിപ്രോസിറ്റി തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എ നെറ്റ്വർക്ക്. റെസിപ്രോസിറ്റി തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് നെറ്റ്വർക്കിലേക്കായിരിക്കണം? ഓപ്ഷൻ എന്താണ് നോക്കൂ, കണ്ടെയ്നിങ് RLC എലമെന്റ്സ് അല്ലെ. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് RLC എലമെന്റ്സുകൾ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. 1 കറക്റ്റ് ആണ്. which is initially not a relaxed system അല്ല, which is not അതല്ല. having both dependent and independent source നമുക്ക് അതും പറ്റില്ല അല്ലെ. ഓൺലി എ മാത്രമാണ് നമുക്ക്, അതായത് ഒരു റെസിപ്രോസിറ്റി തിയറം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ the network containing RLC അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? the current any branch of a network, ഒരു നെറ്റ്വർക്കിലെ ഏതൊരു ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന കറന്റ് ഡ്യൂ ടു എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ്, ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് കാരണം ആ ഒരു നെറ്റ്വർക്കിൽ എവിടെ ഉണ്ടാകുന്ന കറന്റ് എന്ന് പറയുന്നത് which is equal to the current of the branch in which source was placed originally and when source is again put in the branch in which current is obtained originally അല്ലെ. അപ്പൊ നമുക്ക് ആ അതിലുണ്ടാകുന്ന ഒരു കറന്റ്, നമുക്ക് ആ ഒരു വോൾട്ടേജ് സിംഗിൾ വോൾട്ടേജ് സോഴ്സ് കാരണം ആ ഒരു നെറ്റ്വർക്കിൽ എവിടെ ഉണ്ടാകുന്ന കറന്റ് എന്ന് പറയുന്നത് അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന കറന്റ്, ആ ഒരു സോഴ്സ് നമ്മൾ ഒറിജിനൽ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ബ്രാഞ്ചിലായിട്ട് നമ്മൾ ആ സോഴ്സിനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന കറന്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് റെസിപ്രോസിറ്റി തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ. സോ എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയന്റ് ആണ്. അതുപോലെ തന്നെ സിംഗിൾ സോഴ്സ് നെറ്റ്വർക്കിൽ മാത്രമേ നമുക്ക് റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ
ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.